കോഴിക്കോട് രണ്ടുപേരുടെ നിന്ന് MDMA ആണെന്ന് കരുതി എന്തോ വസ്തു പോലീസ് പിടികൂടുന്നു. അവരെ അറസ്റ്റ് ചെയ്യുന്നു. അവർ ജയിലിലാവുന്നു. ഒടുവിൽ 5 മാസം കഴിഞ്ഞിട്ട് പരിശോധന ഫലം വരികയാണ്. അതിൻ്റെ അത് പറയുന്നത് കൽക്കണ്ടമാണ്. ഇങ്ങനെ ഉള്ളൊരു കേസിൽ നമ്മൾ പെട്ടുപോയാൽ നമുക്ക് എന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടോ? മയക്കുമരുന്നുകളുമായി ബന്ധപ്പെട്ട പ്രധാന നിയമമായ NDPS ആക്ട് അനുസരിച്ച് ചില വസ്തുക്കളെ നിരോധിച്ചിട്ടുണ്ട്. അവയുടെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കൈവശം വെക്കുന്നത് ജാമ്യമില്ല കുറ്റമാണ്. വളരെ ഗൗരവകരമായ കുറ്റമാണത്. അതുകൊണ്ട് തന്നെ ഈ ആക്ടിലെ 37-ാം വകുപ്പിൽ പറയുന്ന കാര്യം, ഇത്തരത്തിൽ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയാണ് പിടിക്കപ്പെടുന്നതെങ്കിൽ അയാൾക്ക് ജാമ്യം നൽകണമെങ്കിൽ വിചാരണ കോടതിക്ക് അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് ബോധ്യപ്പെടണം. അത് കേസെടുക്കുന്ന ആദ്യ ഘട്ടത്തിൽ എന്തായാലും ബോധ്യപ്പെടില്ലല്ലോ. അതുകൊണ്ട് ജാമ്യം കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും. ഇങ്ങനെയുള്ള കേസുകളിൽ പിടിക്കപ്പെടുന്ന വസ്തുവാണല്ലോ. ഈ പിടിക്കപ്പെടുന്ന വസ്തു എന്ത് തരം മയക്കുമരുന്നാണെന്ന് അറിയുന്നത് ഫോറൻസിക് ലാബ് പരിശോധനയിലാണ്. 2022-ലെ NDPS ചട്ടങ്ങൾ അനുസരിച്ച് 15 ദിവസത്തിനകം ഇത്തരത്തിലുള്ള പരിശോധനാ ഫലം പുറത്തു വന്നിരിക്കണമെന്നാണ് അർത്ഥം. എന്നാൽ കോഴിക്കോട് സംഭവിച്ച പോലെ മാസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ പരിശോധന ഫലങ്ങൾ പുറത്തു വരിക. ഹൈക്കോടതിയിൽ ഇത്തരത്തിലൊരു കേസിൽ സംസ്ഥാന സർക്കാർ പറഞ്ഞത് തങ്ങൾക്ക് ലാബുകൾ കുറവാണ്, സ്റ്റാഫിന്റെ ഷോർട്ടേജ് ഉണ്ടെന്നൊക്കെയാണ്. എന്നാൽ ഹൈക്കോടതി ഇത്തരമൊരു കേസിൽ ഉത്തരവിട്ടത് നിർബന്ധമായും കെമിക്കൽ പരിശോധനാ ഫലം 15 ദിവസത്തിനകം പുറത്തു വന്നിരിക്കണമെന്നാണ്. ഇനി 15 ദിവസത്തിനകം ഫലം ലഭിച്ചില്ലെങ്കിൽ വിചാരണ കോടതിയെ പ്രതികൾക്ക് സമീപിക്കാമെന്നും വിചാരണ കോടതി എത്രയും പെട്ടെന്ന് ഫലം പുറത്തുവരാൻ വേണ്ട ഉത്തരവുകൾ സ്വീകരിക്കണമെന്നും കോടതി പറഞ്ഞു. ലഹരി മാഫിയക്കെതിരെയുള്ള നമ്മുടെ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസികളുടെ എല്ലാ നടപടികളും സ്വാഗതാർഹമാണ്. പക്ഷേ എന്തെങ്കിലും വസ്തു ഒരാളിൽ നിന്ന് പിടിച്ചിട്ട് അത് ടെസ്റ്റ് ചെയ്യാൻ ഞങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, സ്റ്റാഫ് ഇല്ല എന്നൊക്കെ പറയുന്നത് അംഗീകരിക്കാനാവില്ല.